ഹലോ, ഹായ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചെമ്മീനിനെ പല നാടുകളിലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടാവും അല്ലേ? ഞാൻ രണ്ട് പേരുകളാണ് കേട്ടത്, ചെമ്മീൻ എന്നും കൊഞ്ച് എന്നുമാണ് കേട്ടത്. ഇത് അത്യാവശ്യം ചെറിയതും മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ്റെ കൂട്ടുകാരാണല്ലേ ചെമ്മീൻ, ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ. ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ ഫേമസ് ആയിട്ട് വെക്കുന്ന ചെമ്മീൻ കറി. പക്ഷേ ഇവിടെ മാങ്ങയും ചക്കക്കുരു ഇല്ലാത്തത് കൊണ്ട് ഞാനിന്ന് മുരിങ്ങക്കായ മാത്രം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കണം, പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് അത്യാവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ കുറുകി വരാൻ വേണ്ടി വെക്കണത്. അപ്പോൾ ചെമ്മീനും മുരിങ്ങക്കായും ഒക്കെ നല്ലോണം തക്കാളിയൊക്കെ ആയിട്ട് നല്ലോണം വെന്ത് വരുമ്പം നല്ല സൂപ്പർ ചെമ്മീൻ കറി റെഡിയാണ് കേട്ടോ. ഇനി അതിലൊന്ന് വറവുകൂടി ചെയ്യണം. ഉലുവയും കടുകും ഇട്ട് വെളിച്ചെണ്ണയിലൊന്ന് പൊട്ടിച്ചെടുത്ത് വറവുകൂടി ചെയ്താൽ സൂപ്പർ ചെമ്മീൻ കറിയാണ്. ഞാനിതവിടെ കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ചേർത്തിട്ടാണ് വറക്കാൻ വെക്കുന്നത്. ഈ വറുത്ത ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റാണ് അല്ലേ, ഒരു വേറൊരു ഐറ്റം തന്നെയാണ്. അതെത്ര വലുതായാലും എത്ര ചെറുതായാലും അങ്ങനെ ചെമ്മീൻ കറി നല്ല തിളച്ചിങ്ങനെ വരുന്നുണ്ട്, നല്ല വെന്ത് വരുന്നുണ്ട്. ഇത് പോരാ, ഇതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഒന്നുകൂടി വറ്റി വരണം, അപ്പോഴാണ് നല്ല ഉഗ്രൻ ടേസ്റ്റ് ആവുക. അപ്പം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും അല്ലേ ഈ നമ്മൾ എന്തെങ്കിലും മീൻ വറുത്തത് അതേപോലെ മീൻ കറി വെച്ച ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ചോറ് ഇട്ടിട്ട് കുഴച്ച് കഴിക്കാം അല്ലേ. അതൊരു നൊസ്റ്റാൾജിക് ഐറ്റം തന്നെയാണ് അല്ലേ. എപ്പോഴും അത് പറയുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയിരുന്നേ. പക്ഷേ ഞാൻ ചെമ്മീൻ വറുത്തതിൻ്റെ അകത്ത് അത്ര മസാലയൊന്നും പിടിച്ചിട്ടില്ല ചട്ടിയിൽ, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ചോറിട്ടിട്ട് ആ എണ്ണയും ഒക്കെ കൂടിയായിട്ടൊന്ന് ആ ചോറ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം അത് കഴിക്കാനും ഉഗ്രൻ ടേസ്റ്റാണ്. എന്താ നമ്മുടെ ചെമ്മീൻ കറി അത്യാവശ്യം വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇരിക്കും തോറും ഒന്നുകൂടി വറ്റും, ചൂട് തണയും തോറും ഒന്ന് വറ്റും. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് വറവ് ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് കറിയിലേക്ക് തട്ടിയാൽ സൂപ്പർ ചെമ്മീൻ കറി റെഡി. ഓക്കെ, ബൈ.